ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള ഗവൺമെൻറ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കേരള ഭരണരംഗം, സുപ്രധാന നിയമങ്ങൾ എന്നീ ടോപ്പിക്കുകളിലുള്ള SCRT പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് നോക്കുന്നത്, കാരണം പാഠഭാഗങ്ങളിൽ രണ്ടും മിക്സ് ചെയ്താണ് വരാറ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5ാം ക്ലാസ്സിലെ 9ാം പാഠഭാഗമാണ് നമ്മൾ ആദ്യമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, അല്ലേ? ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് ഗ്രാമസഭയുടെ പിക്ചർ തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ രണ്ടാളുകൾ ഇരിപ്പുണ്ട്. ഒരാൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നു. ദെൻ കുറച്ച് ആളുകൾ, ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ബെഞ്ചിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ ഗ്രാമസഭയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലും ഗ്രാമസഭ കൂടാറില്ലേ? അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് കണ്ടെത്തി നോക്കാനൊക്കെയാണ് കുട്ടികളോട് പറയുക. സോ അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമത്തിലാകുമ്പോൾ ഗ്രാമസഭയെന്നും നഗരത്തിൽ വാർഡ് സഭ എന്ന് പറയുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. അപ്പോൾ ഒരു വാർഡ് സഭയിൽ ആ നാട്ടിലുള്ള, ആ ഗ്രാമപ്രദേശത്തുള്ള, ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാം. ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാവർക്കും അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. അവരെ എന്ത് പറയുന്നു? ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വാർഡിലെ ജനപ്രതിനിധി വാർഡ് മെമ്പറും നഗരമാകുന്ന സമയത്ത് അത് കൗൺസിലറുമാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ നാം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ, സഹകരണ സംഘം, ക്ലബ്ബ്, വായനശാല, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ് തുടങ്ങിയ കേന്ദ്രമന്ത്രിസഭ തുടങ്ങിയ മേഖലകളിലെല്ലാം നമ്മൾ ജനപ്രതിനിധികളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഭരണഘടന ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് നമ്മൾ 3 ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നു. എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രാമസഭയിൽ, ഒരു വാർഡ് സഭയിലേക്ക് നമുക്ക് നേരിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് നമുക്ക് ചർച്ചകളിലൂടെ നമ്മുടെ അഭിപ്രായം അറിയിക്കാൻ കഴിയും. എന്നാൽ ഉയർന്ന സഭകളാകുമ്പോൾ, സംസ്ഥാന ദേശീയ തലത്തിലുള്ള സഭകളാകുന്ന സമയത്ത് അവിടെ നമ്മളെല്ലാം ഉണ്ടാവുക, നമ്മൾ ജയിപ്പിച്ചു വിട്ട MLA, MP ഒക്കെയാണ്, മന്ത്രിമാരൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നത്. ഇനി ജനാധിപത്യത്തെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യം, അല്ലേ? എബ്രഹാം ലിങ്കൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യം. ദെൻ അമർത്യാസെന്നെ ഓർമ്മയില്ലേ? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറയുന്നത് അമർത്യാസെന്നാണ്. ജനാധിപത്യത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള മഹാന്മാരുടെ അഭിപ്രായം നമ്മൾ പഠിച്ചു. എന്താണ് ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം, അല്ലേ? ഒന്നുകിൽ ജനങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ നാം തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാരും MLA മാരും MP മാരൊക്കെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഭരണം നടത്തുക. അതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പദം ഗ്രീക്കാണ്. ജനം എന്നാണ് ഡമോസിൻ്റെ അർത്ഥം. ഡമോസ്
ശക്തി അഥവാ അധികാരമെന്നാണ് ക്രാറ്റോസ്. അപ്പോൾ ജനങ്ങളുടെ ശക്തി എന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് പറയാം. ദെൻ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ട് തീരുമാനമെടുക്കുന്നു. സംസ്ഥാന നിയമസഭയിലും പാർലമെന്റിലും ജനങ്ങൾ നേരിട്ടല്ല, പ്രതിനിധികളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ട് തീരുമാനമെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങളല്ല, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. അതിനെ നമ്മൾ പറയുന്നത് പരോക്ഷ ജനാധിപത്യം. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ ജനങ്ങൾ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് കേൾക്കാം. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്ന് തിരഞ്ഞെടുപ്പാണ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഘട്ടങ്ങളാണ് ഉള്ളത്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ, ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. ദെൻ നാമനിർദ്ദേശ പത്രിക, ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ദെൻ അവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണോ, ഇലക്ഷന് നിൽക്കാൻ അവർ അർഹരാണോ എന്നൊക്കെ പരിശോധിക്കും. ദെൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ശേഷം വോട്ടെടുപ്പ് നടത്തുന്നു, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും വരുന്നു. ഇതാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതുപോലെ ജനാധിപത്യം മറ്റ് ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതുപോലെ മറ്റ് ചില സവിശേഷതകളുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഇത് കൂടി നോക്കാം. നിയമവാഴ്ച. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഇതാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റോഡിലൂടെ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന് വേണ്ടിയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാവരും അനുസരിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്. നിയമങ്ങൾ എല്ലാവർക്കും തുല്യ രീതിയിൽ ബാധകമാണ്. ദെൻ അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. വിവിധ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ താഴെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏത് അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി നിങ്ങൾ എഴുതുക. വിദ്യാഭ്യാസ അവകാശ നിയമം, മോട്ടോർ വാഹന നിയമം, വിവരാവകാശ നിയമം, വൃദ്ധപരിപാലന നിയമം. ഇതിൽ നിന്നും ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നു ജസ്റ്റ് ഒന്ന് എഴുതി ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ SCRTയിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, വിൻസ്പറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിലേക്ക് ഷെയർ ചെയ്യാം. ഗ്രൂപ്പ് കൂടുതൽ ആക്റ്റീവ് ആകാത്തത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ടും ഞാൻ പല കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത്ര സജീവമായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതും കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു ഊർജം കിട്ടുന്നത്. ദെൻ പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള അവകാശങ്ങളുടെ അഭാവത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇത്തരം അവകാശങ്ങളില്ല എങ്കിൽ അത് നഷ്ടപ്പെടും. ദെൻ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു അനിവാര്യ ഘടകമാണ് സാമൂഹ്യ സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക. സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവ എങ്ങനെ ജനാധിപത്യത്തെ ബാധിക്കുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ അവയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് അടിമത്തം. അടിമത്തത്തിൽ വരുന്ന സമയത്ത് ചില ആളുകളെ അവരുടെ അവകാശങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ കീഴടക്കി വെക്കും. സ്ത്രീ വിവേചനം, സ്ത്രീകൾക്ക് എന്ത് ചെയ്യില്ല, അവകാശം കൊടുക്കില്ല. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാണ് അല്ലേ. തൊഴിലില്ലായ്മ വരുമ്പോൾ തൊഴിലില്ലാതെ ഉള്ള ആളുകൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ല സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയില്ല. അതേപോലെയാണ് ദാരിദ്ര്യത്തിൽ. ദെൻ മാധ്യമങ്ങൾ, ജനാധിപത്യത്തിൻ്റെ അനിവാര്യ ഘടകമാണ് മാധ്യമം. അതിലെന്തൊക്കെ വരും? പത്രം വരും അല്ലേ, ചാനൽസ് വരും, കണ്ടില്ലേ, റേഡിയോ ചാനൽ, ടെലിവിഷൻ ചാനൽ, വാർത്താ റിപ്പോർട്ടിംഗ് എല്ലാം വരും. നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. ഇതിൽ നിന്ന് മാധ്യമങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന പത്രം, ടി വി ഒക്കെ എഴുതാനാണ്. ഇപ്പോൾ ടി വി ചാനലൊക്കെ ഇന്നൊരു പഞ്ഞവും ഇല്ല, പത്രത്തിനും ടി വി ചാനലിനും വാർത്താ ചാനലുകൾക്കും അല്ലേ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. സോ മാധ്യമങ്ങളാണ് പല സുപ്രധാന സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളില്ല എങ്കിൽ പല വാർത്തകളും എത്തില്ല അല്ലെ. പല ജനാധിപത്യ വിരുദ്ധ പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല. മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും പുറം ലോകത്തിന് അറിയാൻ കഴിയില്ല. ദെൻ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു അനിവാര്യ ഘടകമാണ് പ്രതിപക്ഷം. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. അപ്പോൾ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളിലേക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി പോരായ്മകൾ നികത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൽ ഉണ്ടാകേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പത്രവാർത്തകൾ ശേഖരിക്കാനൊക്കെ തന്നിട്ടുണ്ട്. അത് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് കുറേയൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. സോ ഇങ്ങനെ തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം ഇവയെല്ലാം ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഘടകങ്ങളാണ്. ദെൻ ജനാധിപത്യം ഒരു ജീവിത രീതി. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക. അഭിപ്രായങ്ങളോട് യോജിക്കാനോ വിയോജിക്കാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നു അല്ലേ. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ തീരുമാനം കൂടി കേട്ട് അതിനോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഒരു ജനാധിപത്യമാകുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂട്ടായി എടുക്കാൻ കഴിയുക അല്ലേ. നല്ല തീരുമാനങ്ങൾ കൂട്ടായി എടുക്കാൻ കഴിയുക. അപ്പോഴാണ് ഒരു ജനാധിപത്യം വിജയിക്കുന്നത്. വീട്, സ്കൂള്, സമൂഹം തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ വീടാണെങ്കിലും സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ എടുക്കാതെ മറ്റ് അംഗങ്ങളെ കൂടി പരിഗണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് തീരുമാനങ്ങൾ എടുക്കുക. സോ ഈ ഒരു ജനാധിപത്യ രീതി വരുന്ന സമയത്ത്
നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദെൻ നിത്യജീവിതത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ശീലങ്ങൾ, ഇതൊക്കെ കുട്ടികളോട് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് അതൊന്നും വേണമെന്നില്ല. സോ ഒരു ചെറിയ പാഠമാണ് നമ്മൾ പഠിച്ചത് അല്ലേ, ചെറിയൊരു പാഠമാണ് പഠിച്ചത്. ദെൻ ശബ്ദ മലിനീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരാൾ ആ വണ്ടിയിൽ വലിയ ബോക്സൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്, ചുറ്റും ആളുകൾ ചെവിയൊക്കെ പൊത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുക? ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അയാളുടെ ആശയത്തിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നു, ബാക്കിയുള്ളവരുടെ താല്പര്യം നോക്കുന്നില്ല. അപ്പോൾ അത് ജനാധിപത്യ രീതിക്ക് നിരക്കാത്ത പ്രവർത്തനമാണ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചത് ജനാധിപത്യ സംവിധാനമാണ് എന്നതിൽ സംശയമില്ല. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തണം. അപ്പോൾ ചെറിയൊരു പാഠമാണ്, ഈ കേരള ഗവർണൻസ് എന്നതിലേക്കുള്ള ഒരു ആമുഖം മാത്രമാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നിയമങ്ങളിലേക്ക് പോകും. സോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിന്ന് പറഞ്ഞത് ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞു. ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം. ജനാധിപത്യം എന്നത് കേവലം ഒരു ഭരണക്രമമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. ദെൻ തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശം, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമം, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.